അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന് എത്ര സാലറി ലഭിക്കും നിങ്ങൾക്കറിയോ? അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ മെയ് 30 വരാൻ പോവാണ്. മികച്ച വേക്കൻസിയോട് കൂടി തന്നെയായിരിക്കും ഇത്തവണയും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വരിക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന് എത്ര സാലറി ഇനീഷ്യലി കിട്ടുന്നുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ സാലറി അല്ല, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുള്ള കഴിഞ്ഞ മാസങ്ങളിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയുടെ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാലറിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് എൻട്രി ആപ്പിലൂടെയാണ്. 150ലധികം റിസൾട്ടാണ് കഴിഞ്ഞ തവണത്തെ AMDA ലിസ്റ്റിൽ നമുക്കുള്ളത്. അത് വളരെ അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ പറ്റും. ഇത്തവണയും അതേപോലെ ഗംഭീരമായിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് നമ്മൾ എത്താനാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാലറി എത്രയാണെന്നുള്ളതാണ്. ഇത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളല്ല, ലേറ്റസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്ത ഒരാളുടെയാണ്. പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് പേ വന്നിരിക്കുന്നത് 45,600 ബേസിക് പേ എന്ന് പറയുന്നത്. അതേപോലെ ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത് 15,960 അതേപോലെ HR വന്നിരിക്കുന്നത് 4,560 അങ്ങനെ നോക്കുന്ന സമയത്ത് ടോട്ടൽ വരുന്നത് 66,120 എന്ത് ചെയ്യുന്നത് ടോട്ടൽ ആയിട്ടുള്ള സാലറി. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ഡിഡക്ഷൻസ് വരുന്നുണ്ടാവും. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീമിൽ ഒരു എമൗണ്ട് പോയിട്ടുണ്ട്, മെഡിസെപ്പിലേക്ക് ഒരു എമൗണ്ട് പോയിട്ടുണ്ട്, NPS-ലേക്ക് ഒരു എമൗണ്ട് പോയിട്ടുണ്ട്, അതേപോലെ ലൈഫ് ഇൻഷുറൻസ് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സിലാണ് അങ്ങനത്തെ പല ഡിഡക്ഷൻസും വരുന്നുണ്ടാവുക. അങ്ങനെ ടോട്ടൽ ഡിഡക്ഷൻസ് 9,643 ടോട്ടൽ ഡിഡക്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ടോട്ടലി നമ്മൾ നെറ്റ് പേ എന്ന് പറയുന്നത് 56,477 56,477 കഴിഞ്ഞ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളുടെ ഇപ്പോഴത്തെ സാലറി എന്ന് പറയുന്നത് ഗംഭീരമായിട്ടുള്ള സാലറി തന്നെയാണ് അല്ലെ. ഒരു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയിട്ട് ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് തന്നെ 50,000 മുകളിൽ സാലറി ലഭിക്കുന്നുണ്ട്. ഇതൊരു യൂണിഫോം പോസ്റ്റ് ആണെങ്കിലും നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോലെയോ അല്ലെങ്കിൽ ട്രാഫിക് പോലെയോ അല്ലെങ്കിൽ എക്സൈസ് പോലെയോ അങ്ങനെയൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, അങ്ങനത്തെ ഒരു പോസ്റ്റ് ആയിട്ട് നിങ്ങൾ കാണേണ്ട കാര്യമില്ല. ഇത് 9 to 4 ജോബ് തന്നെയാണ്, കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്. ഇത് മാത്രമല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ജോബ് കൂടിയാണെന്ന കാര്യം മനസ്സിലാക്കുക. പിന്നെ ഇതിൽ നിങ്ങൾക്കുള്ള പോലെ, അതായത് ഇതിൽ മറ്റു ടെസ്റ്റുകൾ പോലെ ഇപ്പൊ സബ് ഇൻസ്പെക്ടറിലൊക്കെ ഉള്ളതുപോലുള്ള വളരെ കഠിനമായിട്ടുള്ള ഫിസിക്കൽ ടെസ്റ്റുകളൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇവിടെ കണ്ടക്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. നിങ്ങളൊരു ഡിപ്ലോമ ഓർ BTech മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ കഴിഞ്ഞ ഒരാളോ അതേപോലെ തന്നെ ഒരു ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ 150ലധികം റാങ്ക് ഹോൾഡേഴ്സ് ആണ് എൻട്രിയിൽ നിന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഭൂരിഭാഗം ആളുകളും ഇന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത തവണ നിങ്ങളുടെ അവസരമാണ്. എൻട്രിയുടെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. കാരണം നോട്ടിഫിക്കേഷന് മുന്നേ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച സ്കോളർഷിപ്പോട് കൂടി ഏറ്റവും മികച്ച ഓഫറോടുകൂടിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ എൻട്രിയുടെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തതിൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു മികച്ച സാലറിയോട് കൂടി ലൈഫ് സെറ്റിൽ ചെയ്യാൻ പറ്റിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. സോ ഈ ഒരു അവസരം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങളുടെ ലൈഫിൽ നമ്മൾ ചില അവസരങ്ങൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റിഗ്രറ്റ് ഉണ്ടാവും അല്ലേ. അങ്ങനെ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ. കാരണം 56,000 തുടക്കക്കാരന് ലഭിക്കുന്ന സാലറി. അത് ഇനിയും കൂടും, 60, 70, 75,000 മുകളിലേക്ക് നിങ്ങൾക്ക് സാലറി എത്തും. അപ്പം മികച്ച സാലറിയും ലൈഫ് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. അപ്പൊ നമ്മുടെ AMVI ബാച്ചസിൽ ജോയിൻ ചെയ്യാനും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയും താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങല്ലേ, ജോയിൻ നൗ.